നിയമസഭയിലും കത്തിക്കയറി ബ്രൂവറി വിവാദം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ ആദ്യം. PPE കിറ്റ് കിട്ടാനില്ലായിരുന്നെന്ന മുൻമന്ത്രി ശൈലജയുടെ വാദം പൊളിക്കുന്ന കത്ത് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ്. 550 രൂപയ്ക്ക് 25,000 കിറ്റുകൾ നൽകാമെന്ന് അനിത ടെക്സ്കോട്ടിന്റെ കത്ത്. 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. ശൈലജയ്ക്കെതിരെ കേസെടുക്കണമെന്ന രമേശ് ചെന്നിത്തല. BJPയുടെ CAG റിപ്പോർട്ട് എന്ന രാഷ്ട്രീയ പ്രതിരോധം തീർത്ത് തോമസ് ഐസക്. കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയതിലെ പോലീസ് സ്റ്റേഷൻ ഉപരോധത്തിൽ DCC അധ്യക്ഷനെ പ്രതി ചേർത്തു. മുഹമ്മദ് ഷിയാസിനെതിരെ പോലീസിനെ ആക്രമിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. അബിൻ വർക്കിയും പ്രതി. NM വിജയന്റെ ആത്മഹത്യയിൽ വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെയും KK ഗോപിനാഥിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി. വിജയന്റെ വീട്ടിൽ K സുധാകരൻ ഇന്നെത്തും. അതിരപ്പള്ളിയിലെ പരിക്കേറ്റ കാട്ടാനയെ മയക്കുവെടിവെക്കാൻ ദൌത്യസംഘത്തിനായില്ല. റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ഉൾവനത്തിലേക്ക് കടന്നു. ആനയ്ക്കായി തിരച്ചിൽ. മസ്തകത്തിൽ ആഴമുള്ള മുറിവ്. CPMനെ പ്രതിക്കൂട്ടിലാക്കിയ സലിം വധക്കേസ് വെളിപ്പെടുത്തലിന് പിന്നാലെ നിർണായക രേഖകൾ നഷ്ടപ്പെട്ടു. മരണ രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ലെന്ന് പാർട്ടി നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രി. 10 വർഷത്തിനപ്പുറമുള്ള രേഖകൾ സൂക്ഷിക്കാറില്ലെന്ന് സത്യവാങ്മൂലം. ആശുപത്രി അധികൃതർ കോടതിയിൽ നൽകിയ രേഖ മീഡിയ വണ്ണിന്. സലിം വധക്കേസ് വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത് മീഡിയ വൺ. സ്വർണത്തിന് റെക്കോർഡ് വില. പവന് 60,000 കടന്നു. ഇന്ന് കൂടിയത് 600 രൂപ. കേരളത്തിൽ സ്വർണവില 60,000 കടക്കുന്നത് ആദ്യം. ഗ്രാമിന് 75 രൂപ കൂടി. ബ്രൂവറിക്കെതിരായ പ്രതിഷേധത്തിനിടെ പാലക്കാട് BJPയിൽ ഭിന്നത. ബ്രൂവറിയെ അനുകൂലിച്ച BJP ദേശീയ കൌൺസിൽ അംഗം N ശിവരാജൻ രംഗത്തെത്തി. ജലചൂഷണമില്ലാതെ പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ശിവരാജന്റെ നിലപാട്. പാർട്ടി നിലപാട് പറയേണ്ടത് സംസ്ഥാന അധ്യക്ഷനാണെന്ന് വ്യക്തമാക്കിയ ജില്ലാ നേതൃത്വം ശിവരാജനെ തള്ളി. ബ്രൂവറിക്കെതിരെ BJP ഓരോ ദിവസവും ശക്തമായ പ്രതിഷേധങ്ങളാണ് പാലക്കാട് ജില്ലയിൽ സംഘടിപ്പിക്കുന്നത്. ഇന്ന് മന്ത്രി MB രാജേഷിന്റെ വസതിയിലേക്ക് മഹിളാ മോർച്ച നടത്തിയ മാർച്ചിലും മദ്യക്കമ്പനി വരാൻ പാടില്ലെന്ന പാർട്ടി നിലപാട് ആവർത്തിച്ചു. എന്നാൽ ഭിന്നാഭിപ്രായവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയ കൌൺസിൽ അംഗം N ശിവരാജൻ. ജലചൂഷണമില്ലാതെ കമ്പനി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ലെന്ന് ശിവരാജൻ പറഞ്ഞു. പദ്ധതിക്കെതിരെ പ്രതിഷേധിക്കുന്നവർ വൈകിട്ട് മദ്യപിക്കാൻ പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ശിവരാജന്റെ പരിഹാസം. ഇന്ന് വ്യവസായ മേഖല കഞ്ചിക്കോട് മേഖല മുട്ടുസൂചി ഉണ്ടാക്കുന്നത് മുതൽ എല്ലാ വ്യവസായശാലകളും വരണം. എല്ലാ വ്യവസായശാലകളും വരും. മുട്ടുസൂചി അറവുശാല വരും. ഇതിനൊക്കെ എതിർക്കാൻ നിന്നാൽ എതിർക്കാം. വെള്ളം ചൂഷണം ചെയ്യുന്നതിന് പക്കെതിരാണ്. എന്നാൽ ജില്ലാ നേതൃത്വം ശിവരാജനെ തള്ളി. പാർട്ടി നിലപാട് സംസ്ഥാന അധ്യക്ഷൻ പറയും. അണികൾ മൊത്തം നിലപാട് പറയേണ്ടതില്ല എന്നും ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം പാലക്കാട് BJPയിൽ പൊട്ടിത്തെറിയുണ്ടായിരുന്നു. പാർട്ടിയിൽ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് N ശിവരാജന്റെ നിലപാട്. മീഡിയ വൺ, പാലക്കാട്. PPE കിറ്റ് കുറഞ്ഞ തുകയ്ക്ക് നൽകാൻ തയ്യാറായിരുന്ന കമ്പനിയുടെ കത്ത് പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സാൻഫാർമയിൽ നിന്നും ഉയർന്ന വിലയ്ക്ക് PPE കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചതിന്റെ തലേ ദിവസം അനിത ടെക്സ്റ്റിക്കോട്ട് 550 രൂപ നിരക്കിൽ നൽകാമെന്ന് അറിയിച്ചിരുന്നു. 25,000 കിറ്റ് നൽകാമെന്നാണ് അവർ കത്തിൽ വ്യക്തമാക്കിയത്. എന്നാൽ 10,000 എണ്ണം വാങ്ങാൻ മാത്രമാണ് KMSCL തീരുമാനിച്ചത്. എന്നിട്ടും 5,000 മാത്രമേ വാങ്ങിയുള്ളൂവെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ഈ കത്ത് കയ്യിലിരിക്കുമ്പോൾ, സർക്കാരിന്റെ കയ്യിലിരിക്കുമ്പോൾ 25,000 കിറ്റ് 550 രൂപയ്ക്ക് തരാം എന്നുള്ള കത്തിരിക്കുമ്പോൾ അതിൽ നിന്ന് വാങ്ങിക്കാതെ 1,550 രൂപയ്ക്ക് 3 ഇരട്ടി വിലയ്ക്ക് ഇവർ PPE കിറ്റ് വാങ്ങിച്ചു. അപ്പോൾ മുൻ ആരോഗ്യമന്ത്രിയുടെ ഈ പറയുന്ന വാദം കൃത്യമായി പൊളിയാണ്. കോവിഡ് കാലത്തെ തീവെട്ടിക്കൊള്ളയാണ് CAG സ്ഥിരീകരിച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. PPE കിറ്റ് വാങ്ങിയതിലൂടെ അന്നത്തെ ആരോഗ്യമന്ത്രി വൻ അഴിമതിയാണ് നടത്തിയത്. കോൺഗ്രസ് നിയമ നടപടി ആലോചിക്കുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. CAG രാഷ്ട്രീയം കളിക്കുകയാണെന്നും കോൺഗ്രസ് അതിന് കൂട്ടുനിൽക്കുകയാണെന്നുമായിരുന്നു മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ പ്രതികരണം. കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 500 രൂപയ്ക്ക് കിട്ടുമായിരുന്ന
PP കിറ്റ് 1500 രൂപയ്ക്ക് വാങ്ങിയത് അഴിമതി അല്ലെങ്കിൽ മറ്റെന്താണ്? കോവിഡ് കാലത്ത് പുറകത്തുമ്പോൾ വാഴ വെട്ടുന്ന സമീപനമാണ് ഇടതുമുന്നണി ഗവൺമെന്റ് ചെയ്തത്. ഇതിനെതിരെ കേസെടുക്കാനുള്ള നടപടിയാണ് തുടരേണ്ടത്. ഒരു വീഴ്ചയില്ല. CAG റിപ്പോർട്ടിൽ പറയണത് CAG രാഷ്ട്രീയം തന്നെ. ഏത് രാഷ്ട്രീയമാണോ ഏത് സ്ഥാപനമാണ് BJPക്കാര് ഈ രീതിയിൽ നശിപ്പിക്കാതിട്ടുള്ളത്? സകല ഭരണഘടനാ സ്ഥാപനങ്ങളെയും അവർ തകർത്തുകൊണ്ടിരിക്കുക. അതിന് കൈമണിയടിക്കലാണ് ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് CAG കേരളത്തിനെതിരായിട്ടുള്ള കുരിശുദ്ധത്തിന്റെ ഭാഗമാണ്. CPI അനുകൂല സംഘടന ജോയിന്റ് കൌൺസിലിന്റെയും കോൺഗ്രസ് അനുകൂല സംഘടനയിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക് ഭാഗികം. സർക്കാർ ഓഫീസുകളിൽ പകുതിയിൽ താഴെ ജീവനക്കാർ മാത്രമാണ് ഹാജരായത്. സെക്രട്ടേറിയറ്റിൽ 70% ജീവനക്കാരെത്തി. കൊല്ലത്ത് ജോയിന്റ് കൌൺസിലിന്റെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി. ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് പഴയ സ്കീം നടപ്പിലാക്കുക, ശമ്പള പരിഷ്കരണം കാലതാമസമില്ലാതെ നടപ്പിലാക്കുക, DA കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസബ് സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പണിമുടക്ക്. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന് മുമ്പിൽ ജോയിന്റ് കൌൺസിൽ പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഇടതുപക്ഷ സർക്കാർ ജനാധിപത്യ മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കുന്നുവെന്ന് ജോയിന്റ് കൌൺസിൽ കുറ്റപ്പെടുത്തി. ഈ സമരം വൻ വിജയമാണ്. സർക്കാർ ഈ പണിമുടക്കത്തിന്റെ വിജയം കണ്ട് നമ്മൾ ഉന്നയിച്ച ആവശ്യങ്ങൾ നടപടിയെടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കണം. കോൺഗ്രസ് അനുകൂല സർക്കാർ ജീവനക്കാരുടെ സംഘടനയായ സെറ്റോയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധിച്ച പ്രവർത്തകർ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞില്ല. പണിമുടക്കിന്റെ ഭാഗമായി ജോയിന്റ് കൌൺസിൽ കെട്ടിയ പന്തൽ കൊല്ലത്ത് പോലീസ് പൊളിച്ചു നീക്കി. സമരം പൊളിക്കാനുള്ള ഭാഗമാണ് പോലീസ് നടപടിയെന്ന് ജോയിന്റ് കൌൺസിൽ കുറ്റപ്പെടുത്തി. പണിമുടക്കിനെ പൊളിക്കാനുള്ള കരിങ്കാലിപ്പണി ചെയ്യാനുള്ള കുറച്ച് ആളുകൾ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. അതിനെയെല്ലാം ജീവനക്കാർ തള്ളിക്കളയും. ആലപ്പുഴയിലും കോട്ടയത്തും സമരക്കാരും പോലീസ് തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കോട്ടയത്ത് NGO അസോസിയേഷൻ പ്രകടനത്തിനിടെ CPM അനുകൂല സംഘടനയായ NGO യൂണിയൻ പ്രവർത്തകർ പ്രകടനത്തിലേക്ക് ഇരച്ചുകയറി. CPM അനുകൂല സർവീസ് സംഘടനയിലെ ജീവനക്കാരും BJP അനുകൂല സംഘടനയിലെ ജീവനക്കാരും പണിമുടക്കിന്റെ ഭാഗമായില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം. മുൻ ADM നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയും സർക്കാർ ജീവനക്കാരുടെ സമരത്തിന്റെ ഭാഗമായി. ജോലിക്കെത്തില്ലെന്ന് രേഖാമൂലം കത്ത് നൽകി. NGO യൂണിയൻ സജീവ പ്രവർത്തകരായിരുന്നു നവീൻ ബാബുവും ഭാര്യ മഞ്ജുഷയും. പത്തനംതിട്ട കലക്ടറേറ്റിലെ ജീവനക്കാരുടെ സമരത്തിൽ CPIയുടെ സംഘടന ജോയിന്റ് കൌൺസിലും CPMന്റെ സംഘടന NGO യൂണിയനും നേർക്കുനേർ മുദ്രാവാക്യം വിളിച്ച് ഏറ്റുമുട്ടി. ഇരുപക്ഷത്തെയും ജീവനക്കാർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. സമരത്തെ പിന്തുണയ്ക്കുന്ന ജോയിന്റ് കൌൺസിൽ നടത്തിയ പ്രകടനത്തിനെതിരെ ഭരണകക്ഷി സംഘടന NGO യൂണിയൻ കൂവിവിളികളോടെ മുദ്രാവാക്യം വിളിച്ച് പരിഹസിച്ചതാണ് കയ്യാങ്കളിക്ക് കാരണമായത്. പോലീസ് ഇടപെട്ട് സ്ഥലത്തെ സംഘർഷാവസ്ഥ ശാന്തമാക്കി. എറണാകുളം കൂത്താട്ടുകുളത്ത് നഗരസഭാ കൌൺസിലറെ തട്ടിക്കൊണ്ടുപോയെന്ന കേസിൽ പ്രതിരോധം ശക്തമാക്കി CPM. കലാരാജുവുമായുള്ള സംഭാഷണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ CPM പുറത്തുവിട്ടു. കൂറുമാറാൻ കലാരാജുവിന് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്നായിരുന്നു CPM ആരോപണം. കൂത്താട്ടുകുളത്തെ പ്രതിഷേധത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ പങ്കെടുക്കാൻ UDF അംഗങ്ങൾക്കൊപ്പമെത്തിയ കലാരാജുവിനെ CPM ഏരിയ കമ്മിറ്റി ഓഫീസിലെത്തിച്ച ശേഷം നടത്തിയ അനുനയ നീക്കത്തിനിടെയായിരുന്നു സംഭാഷണം. കാലുമാറാൻ UDF സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തെന്ന ആരോപണവും CPM ഉയർത്തിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി അന്വേഷിക്കാമെന്ന് UDF പറഞ്ഞതായി കലാരാജുവിന്റെ വെളിപ്പെടുത്തൽ. തന്റെ പ്രശ്നങ്ങൾ പാർട്ടി പരിഗണിച്ചില്ലെന്നും കലാരാജു പറഞ്ഞു വെക്കുന്നുണ്ട്. ചെറിയൊരു വാക്കിന് ചോദിച്ചു പോകേണ്ട കാര്യമില്ല. ആ ഒരു ചെറിയൊരു വാക്ക് പോലും വന്നില്ലല്ലോ ബാക്കി ഭാഗത്തു നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. കൂത്താട്ടുകുളത്തുണ്ടായത് കലാരാജുവിനെ കൂടെ കൂട്ടി ഭരണം പിടിക്കാൻ UDF നടത്തിയ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമാണെന്നായിരുന്നു CPM വാദം. വീട് കയറി വിശദീകരണം നടത്തുമെന്ന CPM ജില്ലാ സെക്രട്ടറി. രാഷ്ട്രീയമായ കുതിരക്കച്ചവടത്തിന് ആവശ്യമായ നീക്കമുണ്ടാക്കാൻ വേണ്ടി 1-2 ആഴ്ചക്കാലം പാടുപെട്ട് നടന്ന് ഉറക്കമിളച്ച് നടന്നിട്ട് ഇവരെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം വേറെ ഇവിടെ താമസിപ്പിച്ചിട്ട് തിരിച്ചു വന്നുകൊണ്ട് ഈ ശ്രമം പാളി പരാജയപ്പെട്ട് നാണം കെട്ടപ്പോഴുള്ള ജാള്യതയാണ്. തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന കലാരാജു ഇക്കാര്യത്തിൽ ഇന്ന് രഹസ്യമൊഴിയും നൽകും. കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ശേഷം പ്രധാന പ്രതികളിലേക്ക് എത്താനാണ് പോലീസ് നീക്കം. സ്റ്റേഷൻ ഉപരോധത്തിന്റെ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഹമ്മദ് ഷിയാസിനും അബിൻ വർക്കിക്കുമെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. നഗരസഭാധ്യക്ഷയെ മർദ്ദിച്ചെന്ന കേസിൽ UDF പ്രവർത്തകരുടെ അറസ്റ്റും ഉടനുണ്ടാകും. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം മീഡിയ 1 ഇടുക്കി.
വയനാട് മുൻ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, മുൻ കോൺഗ്രസ് നേതാവ് KK ഗോപിനാഥൻ എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. 3 ദിവസമായി തുടരുന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക പ്ലാനിന് കോൺഗ്രസിൽ പിന്തുണയേറുന്നു. എതിർപ്പിനെ തുടർന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന പ്ലാൻ പാർട്ടി ചർച്ച ചെയ്യണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ നിലപാട്. അതിനിടെ പാർട്ടി അറിയാതെ VD സതീശൻ സർവേ നടത്തിയെന്ന ആക്ഷേപം ഉയർത്താനും നീക്കമുണ്ട്. നിലവിൽ കോൺഗ്രസ് ജയിച്ച 21 സീറ്റുകൾക്ക് പുറമെ അടുത്ത 42 സീറ്റുകൾ കൂട്ടിച്ചേർത്ത് 63 സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് നേടണമെന്നാണ് VD സതീശന്റെ പ്ലാൻ. ഈ ആശയം രാഷ്ട്രീയകാര്യ സമിതിയിൽ മുന്നോട്ടുവച്ചതിൽ പിഴവില്ല എന്ന നിലപാടാണ് പാർട്ടിയിൽ ശക്തമാകുന്നത്. രാഷ്ട്രീയകാര്യ സമിതിയിലല്ലാതെ മറ്റെവിടെ ഇത് ഉന്നയിക്കുമെന്നാണ് ചോദ്യം. രാഷ്ട്രീയകാര്യ സമിതിയിൽ ഒരാശയം ഉന്നയിച്ചത് തടസ്സപ്പെടുത്തിയ AP അനിൽകുമാറിന്റെ നടപടി ശരിയല്ലെന്നും ഇവർ വാദിക്കുന്നു. തടസ്സപ്പെടുത്തിയ നീക്കം ആസൂത്രിതമാണെന്ന വിലയിരുത്തൽ VD സതീശനുമുണ്ട്. എന്നാൽ 63 എന്ന കണക്ക് എന്തടിസ്ഥാനത്തിൽ എന്നതാണ് മറ്റൊരു വിഭാഗത്തിന്റെ ചോദ്യം. കോൺഗ്രസ് സർവേ നടത്തിയതായി അറിയില്ലെന്നും ഇവർ വാദിക്കുന്നു. അങ്ങനെ ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയില്ല. സാധാരണഗതിയിൽ AICC ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. അതിനിടയിൽ KPCC നേതൃമാറ്റ ചർച്ചകളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് ഹൈക്കമാൻഡ് തീരുമാനം. സുനിൽ കനുകുല ടീം തയ്യാറാക്കിയ നിരീക്ഷണങ്ങളും ഹൈക്കമാൻഡ് ഇതിനായി ഉപയോഗപ്പെടുത്തും. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ K സുധാകരനും തമ്മിൽ തർക്കമില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. നിലവിലെ KPCC നേതൃത്വത്തിൽ തൃപ്തിയുണ്ട്. കേരളത്തിലെ നേതാക്കളെ താൻ വ്യക്തിപരമായി കണ്ടെന്നും എന്നാൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാക്കാനില്ലെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. Without talking to us, the media is doing lot of speculation. No dispute. It is again brought. It is again media is bringing through the connivance of the BJP and the left. അതിരപ്പിള്ളിയിലെ പരിക്കേറ്റ കാട്ടാനയെ മയക്ക് വെടിവെക്കാനാവാതെ ദൌത്യസംഘം. റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് വെടിവെച്ച് കാട്ടാനയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും ദൌത്യം ഫലം കണ്ടില്ല. ദൌത്യസംഘത്തിന് നേരെ പാഞ്ഞെടുത്ത കാട്ടാന ഉൾവനത്തിലേക്ക് കടന്നു. ആനയ്ക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇല്ല, ഇന്നത്തത് നമ്മൾ ആനയെ സൈറ്റ് ചെയ്തു. ആനയെ ഒന്ന് ഓടിച്ചൊന്ന് കയറ്റി ഒരു കംഫർട്ടബിൾ സ്ഥലം നോക്കി ഡാർട്ട് ചെയ്യാനായിരുന്നു ഉദ്ദേശം. പക്ഷെ അപ്പോഴത്തേക്ക് ആന മുകളിലേക്ക് റിസർവിലേക്ക് പോയിരിക്കുകയാണ്, കാട്ടിൽ കയറി പോയി. ഇപ്പൊ സൈറ്റിംഗ് നമ്മുടെ മിസ്സായി. വാച്ചേഴ്സിനെ നോക്കുന്നുണ്ട്. അത് കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് താഴെ ഇറങ്ങി വരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരുടെ പ്രസൻസ് കണ്ടപ്പോൾ മേളിൽ കയറി പോയതാണ്. അല്ല, ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി വീണ്ടും അപ്പോഴത്തേക്ക് ആന ചിലപ്പോൾ തിരിച്ച് ഇറങ്ങി പുഴയുടെ സൈഡിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടുന്നു. നല്ല തിക്കായിട്ടുള്ള ഫോറസ്റ്റ് ആണ്, അപ്പോൾ ഡാർട്ടിങ് ബുദ്ധിമുട്ടാണ്. അതെ. അപ്പൊ ഈ നല്ല സ്ഥലമായിരുന്നു ഈ റബ്ബറിന്റെ ഇടയിൽ. പക്ഷെ അപ്പോഴത്തേക്ക് ആന പെട്ടെന്ന് ഓടിപ്പോയി. ഇല്ലില്ല, വയലന്റ് ഒന്നുമല്ല. അതിരപ്പള്ളിയിൽ നിന്ന് K അഖിൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അഖിൽ, ഈ റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച ശേഷം അതിനൊരു സുരക്ഷിതമായ, അതായത് വെടിവെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് എത്തുക, എന്നിട്ട് മയക്ക് വെടിവെക്കുക എന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല. ആന ഇപ്പോൾ ഉൾക്കാട്ടിലേക്ക് പോയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് ദൗത്യം മുന്നോട്ട് പോവുക? ജിൽസി പറഞ്ഞതുപോലെ തന്നെയാണ് ആന ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞിരിക്കുന്നത്. അതായത് ഈ റിസർവ് ഫോറസ്റ്റിൽ വീണ്ടും കുറച്ച് ഒരു 1/2 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറിപ്പോയിരിക്കുന്നു. അതോടുകൂടി ആനയുടെ സൈറ്റിംഗ് മിസ്സായിരിക്കുന്നു എന്നുള്ളതാണ്. നിബിഡ വനമാണ്, അതുകൊണ്ട് തന്നെ ഇടതൂർന്ന വനത്തിനിടയിൽ ആന നിൽക്കുന്ന അത്ര പെട്ടെന്ന് കണ്ടെത്താനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അരുൺ സക്ര അടക്കുന്ന ദൗത്യസംഘം താഴേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും വാച്ചർമാർ അവിടെ മുകളിൽ ഈ ആനയ്ക്കായുള്ള തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനയെ ലഭിച്ച ഉടൻ തന്നെ ഇത്തരത്തിൽ സൈറ്റിംഗ്, അതായത് വനത്തിൽ നിന്നും വീണ്ടും താഴേക്ക് കൊണ്ടുവന്ന് വനത്തിനുള്ളിൽ വെച്ച്, അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ വെച്ചുകൊണ്ട് ഈ ദൗത്യം നടത്താനാവില്ല എന്ന് DFO കൃത്യമായി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വനത്തിൽ നിന്നും താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം ദൗത്യം വീണ്ടും തുടരാനുള്ള തീരുമാനത്തിലേക്കാണ്. അത് എത്ര സമയമെടുത്താലും, അതായത് ഇന്ന് 4 മണി വരെ എന്തായാലും ദൗത്യം ഉണ്ടാവും. അതായത് വെളിച്ചമുണ്ടാകുന്നവരെ ദൗത്യം ഉണ്ടാവും. അതിനുശേഷം ആനയെ സൈറ്റിംഗ് കൃത്യമായിട്ടൊരു സുരക്ഷിതമായ സ്ഥലത്തെത്തി ഡാർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ ദൗത്യം നാളത്തേക്ക് മാറ്റിവെക്കും. അത്തരത്തിൽ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും അതായത് സുരക്ഷിതമായി, ആനയുടെ സുരക്ഷിത പോലും കണക്കിലെടുത്ത് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഈ ഡാർട്ട് അല്ലെങ്കിൽ മയക്കുവെടി വെക്കുന്ന കാര്യത്തിലേക്ക് കടന്നാൽ മതി എന്നുള്ളതാണ്. കാരണം അല്പസമയം, അതായത് ഈ ചാലക്കുടി പുഴ തീരത്തുനിന്നും ആനയെ മുകളിലേക്ക് കയറ്റി കുറച്ചു ദൂരം
ദൂരം മുകളിലേക്ക് കയറ്റിയ ശേഷം ഈ ആനയെ മയക്കൂടി വെക്കാമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ആ ശ്രമം വിഫലമായിരിക്കുന്നു, അല്ലെങ്കിൽ ഫലം കണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ആന പ്രതീക്ഷിച്ചതിലും കൂടുതൽ വേഗത്തിൽ ഓടി മുകളിലേക്ക് കയറി പോവുകയായിരുന്നു. ഒപ്പം തന്നെ കുറച്ച് ആളുകൾ, അതായത് ഈ ദൗത്യ സംഘത്തിന് നേരെ ആന പാഞ്ഞെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും ഈ ആന പാഞ്ഞെടുത്തുവെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദൗത്യ സംഘം ഒഴിഞ്ഞു മാറിയതിനാൽ തന്നെ വലിയ മറ്റ് അപകടങ്ങളോ ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആന ഈ പാഞ്ഞെടുക്കുന്നതും ഇത്ര വേഗതയിൽ ഓടി നീങ്ങുന്നതും ഈ ദൗത്യത്തിന് തന്നെ പ്രതികൂലമായി ബാധിച്ചു. കാരണം ആന ക്ഷീണിതനായിരുന്നു, ആനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന ഇത്ര വേഗത്തിൽ അല്ലെങ്കിൽ ഇത്ര ദൂരം സഞ്ചരിക്കില്ല, അല്ലെങ്കിൽ ഇത്ര ദൂരത്തിൽ ഓടിപ്പോകില്ല എന്നൊരു കണക്കൂട്ടലായിരുന്നു. ആ കണക്കൂട്ടൽ പിഴച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും വനംവകുപ്പ് ഇപ്പോഴും ഈ റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് ഏകദേശം 1/2 കിലോമീറ്റർ അധികം ഉൾക്കാട്ടിലേക്ക് കയറി പോയിട്ടുള്ള ആനക്കായുള്ള തിരച്ചിലാണ് വനംവകുപ്പ് ഉള്ളത്. ആ ആനയെ ലഭിച്ചു കഴിഞ്ഞാൽ താഴേക്ക്, അതായത് ആദ്യം നമ്മൾ നിന്നിരുന്ന ഈ പ്ലാന്റേഷൻ ഭാഗത്തേക്ക് കൊണ്ടുവന്ന ശേഷം എന്തായാലും ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയ ആനയ്ക്കായുള്ള തെരച്ചിൽ തുടരും. ആനയെ കണ്ടുപിടിച്ച് ചികിത്സ നൽകാൻ തന്നെയാണ് ദൗത്യസംഘത്തിന്റെ തീരുമാനം. കെ അഖിലാണ് വിശദാംശങ്ങൾ നൽകിയത്. തലശ്ശേരി പുന്നോലിലെ CPM പ്രവർത്തകൻ UK സലീം വധക്കേസിൽ മരണ രജിസ്റ്റർ അടക്കമുള്ള രേഖകൾ നഷ്ടമായതായി തലശ്ശേരി സഹകരണ ആശുപത്രി. മരണ രജിസ്റ്ററും MLC രജിസ്റ്ററും നഷ്ടപ്പെട്ടെന്ന് ആശുപത്രി അധികൃതർ വിചാരണ കോടതിയിൽ സത്യവാങ്മൂലം നൽകി. CPM നിയന്ത്രണത്തിലുള്ള ഈ സഹകരണ ആശുപത്രിയിലാണ് സലീമിന്റെ മരണം സ്ഥിരീകരിച്ചത്. ജൂലൈ 23 രാത്രിയാണ് തലശ്ശേരി പുന്നൂരിലെ CPM പ്രവർത്തകൻ UK സലീം കൊല്ലപ്പെടുന്നത്. ഫസൽ വധക്കേസിലെ ചില നിർണായക വിവരങ്ങൾ അറിയാമായിരുന്ന സലീമിനെ CPM പ്രവർത്തകർ തന്നെ കൊലപ്പെടുത്തിയെന്നായിരുന്നു പിതാവ് യൂസഫിന്റെ ആരോപണം. വെട്ടേറ്റ സലീമിനെ മരണം സ്ഥിരീകരിച്ച ശേഷമാണ് CPM നിയന്ത്രണത്തിലുള്ള തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചതെന്നും മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ളവ നൽകാൻ ആശുപത്രി തയ്യാറായില്ലെന്നുമായിരുന്നു പിതാവിന്റെ ആരോപണം. തലശ്ശേരിയിൽ മുനിസിപ്പൽ ഓഫീസിൽ മരണ സർട്ടിഫിക്കറ്റ് ചോദിച്ചു, അത് ഇവിടെ രജിസ്റ്റർ ചെയ്തില്ലെന്ന്. അങ്ങനെ കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ പോയി, അവിടെ നിന്ന് പറഞ്ഞു ഇവിടുന്ന് മരണപ്പെട്ടിട്ടില്ല. അങ്ങനെ ഞാൻ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ കോർപ്പറേഷൻ ഹോസ്പിറ്റലിൽ തരില്ല, മുനിസിപ്പാലിറ്റി രജിസ്റ്റർ ചെയ്തില്ല. കേസിന്റെ വിചാരണയ്ക്കിടെ സലീമിന്റെ ഡെത്ത് ഇന്റിമേഷൻ രജിസ്റ്ററും മെഡിക്കൽ ലീഗൽ കേസ് രജിസ്റ്ററും ഹാജരാക്കാൻ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി ആശുപത്രി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതൊക്കെ നഷ്ടമായെന്ന വിചിത്രമായൊരു സത്യവാങ്മൂലമാണ് ആശുപത്രി അധികൃതർ കോടതിയിൽ സമർപ്പിച്ചത്. 10 വർഷത്തിന് മുമ്പുള്ള രേഖകൾ സൂക്ഷിക്കാറില്ലെന്നും ആശുപത്രിയുടെ വാദം. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജീവ് നമ്പ്യാരാണ് ഇത്തരമൊരു സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ രേഖകൾ എന്തുകൊണ്ട് നശിപ്പിച്ചെന്ന് വിശദമായ സത്യവാങ്മൂലം നൽകാൻ ആശുപത്രി അധികൃതരോട് കോടതി നിർദ്ദേശിച്ചു. ഈ മാസം 31 സത്യവാങ്മൂലം സമർപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ. സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം പ്രതിസന്ധിയിൽ. വിതരണ കരാറുകാരുടെ പണിമുടക്ക് 3 ആഴ്ച പിന്നിട്ടതോടെയാണ് റേഷൻ കടകളിലെ അരി വിതരണം പ്രതിസന്ധിയിലായത്. നിലവിലുള്ള സ്റ്റോക്ക് ഉടൻ തീരുമെന്നും പ്രശ്നപരിഹാരമില്ലെങ്കിൽ റേഷൻ കടകൾ അടച്ചിടേണ്ടി വരുമെന്നും റേഷൻ വ്യാപാരികൾ പറയുന്നു. സംസ്ഥാനത്തെ ഒട്ടുമിക്ക റേഷൻ കടകളിലും നിലവിൽ സ്റ്റോക്കുള്ളത് ഏതാനും ചാക്കരി മാത്രം. കഴിഞ്ഞ 3 ആഴ്ചയും വിതരണം ചെയ്തത് നേരത്തെയുള്ള സ്റ്റോക്കിൽ നിന്നുള്ള അരി. റേഷന് ഭാഗികമായിട്ടാണ് നടക്കുന്നത്. FCI ഗോഡൌണുകളിൽ നിന്ന് സപ്ലൈകോയുടെ NFSA ഗോഡൌണിലേക്കും അവിടെ നിന്ന് റേഷൻ കടകളിലേക്കും അരി എത്തിക്കുന്ന വിതരണ കരാറുകാരുടെ പണിമുടക്കാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. നേരത്തെയുള്ള ഭീമമായ കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ടാണ് ജനുവരി 1 മുതൽ കരാറുകാർ സമരം പ്രഖ്യാപിച്ചത്. ഈ പ്രതിസന്ധി പരിഹരിച്ചില്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിനുള്ള അരി വിതരണം കൂടെ മുടങ്ങുമെന്ന് റേഷൻ വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇവർ 100 കോടി രൂപ കിട്ടാനുള്ളത് കൊണ്ട് ഇവർ സമരത്തിലാണ്. ഞങ്ങളുടെ കയ്യിൽ കുറേയൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതിങ്ങനെ കാലിയായി കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 70-80% റേഷൻ കടകൾ കാലിയാണ്. ഈ മാസം 27 മുതൽ റേഷൻ വ്യാപാരികൾ കൂടി അനിശ്ചിതകാല കടയടപ്പ് സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേതന പരിഷ്കരണമടക്കം ആവശ്യപ്പെട്ടാണ് സമരം. ഇതും റേഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിസന്ധിയാകും. റേഷൻ വിഹിതം മാത്രം ആശ്രയിച്ച് കഴിയുന്ന മനുഷ്യരെയാണ് നിലവിലെ പ്രതിസന്ധി സാരമായി ബാധിക്കുന്നത്. ഈ മാസം തികയ്ക്കാനുള്ള സ്റ്റോക്ക് പോലും പല റേഷൻ കടകളിലും നിലവിലില്ല. ക്യാമറാമാൻ ഷബീർ കലീലിനോടൊപ്പം ഷബീർ ഒമർ, മീഡിയ 1, കോഴിക്കോട്. ഹയർ സെക്കൻഡറി പൊതുപരീക്ഷകൾ നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല. മാർച്ചിൽ നടത്തേണ്ട പരീക്ഷാ ചെലവിനുള്ള പണം സ്വന്തം അക്കൗണ്ടിൽ നിന്നെടുക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകി. പരീക്ഷാ നടത്തിപ്പിനുള്ള പണം വകമാറ്റി ചെലവഴിച്ചതിനാൽ പ്രതിസന്ധിയുണ്ടായി എന്നാണ് ആരോപണം. മുൻപ് പരീക്ഷകൾ നടത്തുന്നതിനുള്ള പണം നേരത്തെ കൂട്ടി സ്കൂളുകൾക്ക് അനുവദിക്കുമായിരുന്നു. പരീക്ഷ കഴിഞ്ഞ് തുക അധികമുണ്ടെങ്കിൽ മടക്കി നൽകിയാൽ മതി.
എന്നാൽ ഇക്കുറി അങ്ങനെയല്ല. 1-2 വർഷ ഹയർ സെക്കൻഡറി പരീക്ഷകളും ഇംപ്രൂവ്മെന്റ് പരീക്ഷയും നടത്താൻ വിദ്യാഭ്യാസ വകുപ്പിൽ പണമില്ല. പരീക്ഷ നടത്തുന്നതിനായി ക്രമീകരിച്ചിട്ടുള്ള ഡയറക്ടറേറ്റിലെ ഹെഡ് ഓഫ് അക്കൗണ്ട് കാലിയായതാണ് കാരണം. അതുകൊണ്ട് സ്കൂളുകൾ മറ്റ് ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചിട്ടുള്ള PD അക്കൗണ്ടുകളിൽ നിന്ന് പണമെടുത്ത് പരീക്ഷ നടത്തണമെന്നതാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ നിർദ്ദേശം. സർക്കാരിൽ നിന്നും ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് PD അക്കൗണ്ടിൽ തിരിച്ചടച്ചാൽ മതിയെന്നും സർക്കുലറിലുണ്ട്. പൊതുപരീക്ഷകൾക്കായി കുട്ടികളിൽ നിന്നും സർക്കാർ പ്രത്യേകം ഫീസ് ഈടാക്കാറുണ്ട്. ഇങ്ങനെ ഈടാക്കുന്ന പണം എത്തുന്നതാകട്ടെ ഡയറക്ടറേറ്റിലെ ഹെഡ് ഓഫ് അക്കൗണ്ടിലും. എന്നിട്ടും പണമില്ല എന്ന് പറയുന്നതിൽ ദുരൂഹത ഉണ്ട് എന്നാണ് ഒരു വിഭാഗം അധ്യാപകരുടെ വാദം. പരീക്ഷയ്ക്ക് ചിലവാക്കേണ്ട പണം വകമാറ്റി ചെലവഴിച്ചത് കൊണ്ടുണ്ടായ പ്രതിസന്ധിയാണെന്നും ആരോപണമുയരുന്നു. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം. കേരളത്തിൽ സ്വർണ്ണവില ആദ്യമായി 60,000 കടന്നു. പവന് 60,200 രൂപയാണ് ഇന്നത്തെ വില. പണിക്കൂലി ഉൾപ്പെടെ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ 65,000 രൂപ നൽകേണ്ടി വരും. ട്രംപിന്റെ വരവും ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം എടുത്തുകൊണ്ടിരിക്കുന്ന നടപടികളും സ്വർണത്തിന്റെ വിലയെ സ്വാധീനിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യക്കെതിരെ ബിനാമി സ്വത്ത് ആരോപണവുമായി KSU സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ്. വെള്ളാട് വില്ലേജിലെ മാവുംചാലിൽ ദിവ്യ ഭർത്താവിന്റെയും ബിനാമികളുടെയും പേരിൽ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടിയെന്നാണ് ആരോപണം. ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടതെന്ന് ആരോപിക്കുന്ന രേഖകളും ഷമാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കി. പ്രസിഡന്റായിരിക്കെ ധർമ്മശാല ആസ്ഥാനമായുള്ള കാർട്ടൺ ഇന്ത്യ അലയൻസ് കമ്പനിക്ക് ടെൻഡർ വിളിക്കാതെ കോടികളുടെ കരാറുകൾ നൽകി. ഇതിന്റെ പ്രത്യുപകാരമായി കമ്പനി ഉടമ ആസിഫ് ദിവ്യയുടെ ഭർത്താവിന്റെ പേരിൽ സ്ഥലങ്ങൾ വാങ്ങി നൽകുകയായിരുന്നുവെന്നാണ് ആരോപണം. കോട്ടയം നഗരസഭയിൽ മുൻ ജീവനക്കാരൻ നടത്തിയ 2,39,00,000 രൂപയുടെ പെൻഷൻ തട്ടിപ്പ് കേസിൽ കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയ സെക്രട്ടറിക്കെതിരെ നടപടിക്ക് ശുപാർശ. LSGD ജോയിന്റ് ഡയറക്ടർ സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ 1 ലഭിച്ചു. അതിനിടെ ബജറ്റ് അവതരണ ദിനം പാരിതോഷികത്തിന് പണപ്പിരിവ് നടത്തിയെന്ന വിഷയത്തിൽ നഗരസഭ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ തള്ളാതെ തോമസ് ഐസക്. വനിതാ ഏരിയ സെക്രട്ടറിമാർ ഇല്ലാത്തതിന്റെ പോരായ്മ തിരിച്ചറിയുന്നവരാണ് ഞങ്ങൾ. ബോധപൂർവം അത് തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ പോലെ മുസ്ലിം മതരാഷ്ട്രം വേണമെന്ന് പറയാത്ത ആളാണ് കാന്തപുരമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഞങ്ങൾ അതിൻ്റെ ഒരു പോരായ്മ CPM ഉണ്ടെന്ന് കരുതുന്നവരാണ്. ബോധപൂർവം തിരുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതൊരു വ്യത്യാസം. അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നതും പ്രശ്നമുണ്ടെന്ന് പറയുന്നതും ഒരേപോലെയല്ല. പ്രശ്നമുണ്ട്. കാന്തപുരത്തിന്റെ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. നമ്മുടെ വിശ്വാസം അതല്ല. സ്ത്രീ പുരുഷ സമത്വത്തിലാണ്. ഏതായാലും കാന്തപുരത്തോട് നമുക്കൊരു ബഹുമാനമുണ്ട്. ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ന് കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ നടക്കും. മലയാളി താരം സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയുമാകും ഇന്ത്യയ്ക്കായി ബാറ്റിംഗ് ഓപ്പൺ ചെയ്യുക. ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം പേസ് ബൌളർ മുഹമ്മദ് ഷമി തിരിച്ചെത്തുന്നുവെന്ന പ്രത്യേകതയും ഇന്നത്തെ മത്സരത്തിനുണ്ട്. വൈകിട്ട് 7 മണിക്കാണ് മത്സരം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ ബാഴ്സലോണയ്ക്കും ലിവർപൂളിനും ജയം. ബെൻഫിക്കയ്ക്കെതിരെ 4-5 ഗോളുകൾക്കാണ് ബാഴ്സയുടെ ജയം. 70 മിനിറ്റ് വരെ പിന്നിട്ട് നിന്ന ശേഷമാണ് ബാഴ്സ ജയം പിടിച്ചെടുത്തത്. ബാഴ്സയ്ക്കായി റോബർട്ട് ലെവൻഡോസ്കിയും റാഫിന്യായും ഇരട്ട ഗോൾ നേടി. ലില്ലേക്കെതിരെ 1-2 ഗോളുകൾക്കാണ് ലിവർപൂളിന്റെ ജയം. മറ്റു മത്സരങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡും അറ്റ്ലാന്റയും ജയം സ്വന്തമാക്കി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 7,490 രൂപ, പവൻ 59,920 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 6,205 രൂപ, പവന് 49,640 രൂപ. വെള്ളി ഗ്രാമിന് 98 രൂപ.